ബന്ധമില്ല എങ്കിൽ അറിയുമോ എന്റെ പെങ്ങളെ, ഒരു കാലത്ത് അള്ളാന്റെ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിച്ച പെണ്ണുങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദീനിനെതിരെ ലേഖനങ്ങൾ എഴുതിയ സ്ത്രീകളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദീനിനെതിരെ പ്രബോധനം നടത്തിയ സ്ത്രീകളുണ്ടായിരുന്നു. ചീഞ്ഞളഞ്ഞു മാറുന്ന പാശ്ചാത്യ സംസ്കാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി നടന്ന പെണ്ണുങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ മാറ്റം വരുത്തിയ ഇസ്ലാമിന്റെ ശത്രുതയിൽ നിന്നും ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് മർഹൂമ മറിയം ജമീലയുടെ മനസ്സുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആ മർഹൂമ മറിയം ജമീലയെ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും മാറ്റിയെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ വെള്ളരിപ്രാവാക്കി മാറ്റിയ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ ജീവിതത്തിൽ ഖുർആൻ എന്ത് മാറ്റമാ വരുത്തിയത് നിനക്കറിയുമോ? ഒരു കാലത്ത് ഇസ്ലാമിനെതിരെ ചാരപ്രവർത്തനം നടത്തിയ ഒരു പെണ്ണ്, അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതായ പല അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾക്കും വേണ്ടി ഇസ്ലാമിനെതിരെ ചാരപ്രവർത്തനം നടത്തിയ പെണ്ണ്, ഇസ്ലാമിക തീവ്രവാദത്തെ പറ്റി പഠിക്കാൻ ഒറ്റയ്ക്ക് യാത്ര നടത്തിയ ഒരു പെണ്ണ്, അങ്ങനെ അഫ്ഗാനിന്റെ മലമടക്കുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ താലിബാൻ പോരാളികളുടെ കയ്യിൽ അകപ്പെടുകയാണ്. അങ്ങനെ ദിവസങ്ങളോളം അവരുടെ തടവറയിൽ കഴിയുകയാണ്. ആ സന്ദർഭത്തിൽ ഖുർആൻ അവരുടെ കയ്യിലേക്ക് വരികയാണ്. അങ്ങനെ അവർ ആ തടവറയിൽ കിടന്ന് ഖുർആൻ പഠിക്കുകയാണ്. അങ്ങനെ ആ തടവറയിൽ നിന്ന് മോചിതയായി കഴിഞ്ഞപ്പോ ഈ ഖുർആനാണ് ലോകത്തെ സമാധാനം പഠിപ്പിക്കുന്ന ഗ്രന്ഥം, ഇസ്ലാമാണ് ലോകത്തെ ശാന്തി പഠിപ്പിക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്തുന്ന ഇസ്ലാമിന്റെ പ്രവർത്തകയായ ഇവാൻ ബ്രാഡ്ലി എന്ന പെണ്ണിന് ഈ ലോകത്തിന് സമ്മാനിച്ച ഖുർആൻ. എന്റെ പെങ്ങള്, നിന്റെ ജീവിതത്തിൽ ഖുർആനിലൂടെ മാറ്റമുണ്ടോ? അറിയുമല്ലോ എന്റെ സഹോദരങ്ങൾക്ക്, ലോകമറിയപ്പെട്ട ഒരു മലയാളിയായ സാഹിത്യകാരി ഉണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലക്കാരിയായിരുന്ന, പുന്നയൂർക്കുളം പ്രദേശത്തുകാരിയായിരുന്ന, നാലപ്പാട് കുടുംബത്തിലെ മാധവിക്കുട്ടി എന്ന സ്ത്രീയെ പറ്റി അറിയില്ല. മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലായിരുന്ന മാധവിക്കുട്ടിയുണ്ടല്ലോ. തന്റെ ആത്മകഥകളിലൂടെ വായനക്കാരുടെ ചോര ചൂട് പിടിപ്പിച്ച മാധവിക്കുട്ടിയുണ്ടല്ലോ. ആ മാധവിക്കുട്ടി മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലായിരുന്നെങ്കിലും, ആ മലയാള സാഹിത്യത്തിന്റെ മാണിക്യക്കല്ലായിരുന്ന മാധവിക്കുട്ടിയെ അതിനേക്കാളേറെ പ്രശോഭിതമായ കമലാസുരയ്യ എന്ന പേരിന് വാനിൽ വിണ്ണിത്തിളങ്ങുന്ന താരക തുല്യമാക്കി മാറ്റിയ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആ ഖുർആൻ നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാ ഉള്ളത്? നിന്റെ ജീവിതത്തിൽ ഖുർആനിലൂടെ മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടോ? വേണ്ട എന്റെ സഹോദരിമാര്, ഖുർആനിനെ പറ്റി അറിയാൻ നിങ്ങൾ ഒരിക്കലും മറിയം ജമീലയിലേക്ക് പോകണ്ട. ഖുർആനിനെ പറ്റി അറിയാൻ നിങ്ങൾ ഒരിക്കലും ഇവോൻ റദ്ദിയിലേക്ക് പോകണ്ട. ഖുർആനിനെ പറ്റി അറിയാൻ ഒരിക്കൽ പോലും മരിച്ചുപോയ മാധവിക്കുട്ടിയിലേക്ക് പോകണ്ട. എന്റെ പെങ്ങളെ, അറിയുമോ ഈ വിനീതൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. ആ കൊല്ലം ജില്ലയുടെയും അതേപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്നതായ പള്ളിക്കൽ എന്ന പേരുള്ള ഒരു പ്രദേശമുണ്ട്. കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്നതായ പള്ളിക്കൽ എന്ന പേരുള്ള ഒരു പ്രദേശമുണ്ട്. ആ പള്ളിക്കലിലേക്ക് എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ, ഒരു ദിവസം നിങ്ങളൊന്ന് പോകുമോ? ഒരു ദിവസം നിങ്ങളൊന്ന് പോകുമോ? ആ പള്ളിക്കൽ എന്ന പ്രദേശത്ത് അറിയപ്പെടുന്ന പള്ളിക്കൽ ബരാത്ത് എന്ന സ്ഥാപനത്തിലേക്കൊന്ന് പോകുമോ? എന്താണ് പള്ളിക്കൽ ബരാത്ത് എന്നറിയുമോ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് പെൺകുട്ടികൾക്ക് അല്ലാഹുവിനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ദീനിനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. വഴിതെറ്റിപ്പോയ എത്രയോ പെൺകുട്ടികളാണ് അവിടെ വന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയത്. അറിയുമോ? ആ പള്ളിക്കൽ ബരാത്തിലേക്ക് ചെന്നാൽ ആ ബരാത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതായ ആമിന എന്ന പേരുള്ളതായ ഒരു ഉമ്മയെ കാണാൻ കഴിയും.
കഴിയുന്നതാ. സ്നേഹത്തോടെ എല്ലാവരും ആമിന ഉമ്മ എന്ന് വിളിക്കുന്നതായ ഒരു സ്ത്രീയെ കാണാൻ കഴിയുന്നതാ. ആ ആമിന ഉമ്മ ഇന്ന് ഖുർആനിന്റെ സ്ഥാപനം നടത്തുകയാണ്. ആ ആമിന ഉമ്മ ഇന്ന് ഖുർആനിന്റെ ഹിഫ്ളിന്റെ സ്ഥാപനം നടത്തുകയാണ്. അറിയുമോ, ആ പള്ളിക്കൽ വനാത്തിൽ നിന്നും ആമിന ഉമ്മയുടെ സ്ഥാപനത്തിൽ നിന്നും ഈ വിനീതന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ എന്റെ ഭാര്യ ഉൾപ്പെടെ 13 പെൺകുട്ടികളാണ്. 13 പെൺകുട്ടികളാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിക്കൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യാൻ സന്നദ്ധരായി സമർപ്പിക്കപ്പെട്ട ഹാഫിളാത്തുകളായി പുറത്തേക്ക് ഇറക്കിയത് വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ 13 പെണ്ണുങ്ങളെ ഈ സമുദായത്തിന് സമർപ്പിച്ച ആമിന ഉമ്മയുണ്ടല്ലോ. അറിയുമോ എന്റെ സഹോദരി, ആമിന ഉമ്മയുടെ ഒരു ദിവസത്തെ 1 മണിക്കൂർ പ്രഭാഷണത്തിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഫോൺ ചെയ്യുകയാണ്. ആമിന ഉമ്മയുടെ 1 മണിക്കൂർ ഞങ്ങൾക്കൊന്ന് കിട്ടുമോ? ഞങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ടി അല്ലാഹുവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ, ഞങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ടി റസൂലിനെ ഒന്ന് പരിചയപ്പെടുത്താൻ 1 മണിക്കൂർ ആമിന ഉമ്മയുടെ ക്ലാസ് ഒന്ന് കിട്ടുമോ? ആമിന ഉമ്മ പലയിടത്തും അല്ലാഹുവിനെ പറഞ്ഞ സ്ത്രീയാണ്. ആമിന ഉമ്മ പലയിടത്തും അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ സ്ത്രീയാണ്. അതേ പലപ്പോഴും പലയിടത്തും ഓഡിറ്റോറിയത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരിക്കൽ അവർ ക്ലാസ് നടത്തുമ്പോൾ മണിക്കൂറുകളോളം നിന്റെ ക്ലാസ് കഴിയുകയാണ്. പൊട്ടിക്കരഞ്ഞ് എല്ലാവരും ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ കഴിഞ്ഞിട്ട് ആ ഓഡിറ്റോറിയത്തിനുള്ളിലിരിക്കുന്നതായ സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഓഡിറ്റോറിയത്തിന് പുറത്ത് വാഹനങ്ങളുമായി കാത്തു നിൽക്കുന്ന ഭർത്താക്കന്മാര്, അകത്തിരിക്കുന്ന ഭാര്യമാര് വിളിക്കുകയാണ്. അവര് തങ്ങളുടെ ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് പറയുന്നു, ഇല്ല, എനിക്ക് പർദ്ദ വാങ്ങിത്തരാതെ, എന്റെ ശരീരം മുഴുവനും പറയുന്ന വസ്ത്രം എനിക്ക് വാങ്ങിത്തരാതെ, ഇല്ല ഇല്ല, ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്നും ഒരിക്കലും ഞാൻ പുറത്തിറങ്ങുകയില്ല, ഇനി പർദ്ദയില്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങുകയില്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീജനങ്ങളെ വിളിച്ചു പറഞ്ഞെങ്കിൽ അത്രത്തോളം മനുഷ്യ മനസ്സുകളെ പിടിച്ചു കൊടുക്കുന്ന പ്രഭാഷണം ആമിന ഉമ്മയുടേത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് പ്രവർത്തകർ അവർക്ക് വേണ്ടി മുറവിളി നടത്തുകയാണ്. ഈ വീടൻ പാലക്കാട് ജില്ലയിലുള്ള കൊല്ലങ്കോട് എന്ന പ്രദേശത്തുള്ള ഐഡിയൽ റിലീഫ് കമ്മിറ്റിയുടെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെയുള്ള ഈ വിനീതന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ആഷിഖെന്നും അൻവറെന്നും ഇബ്രാഹിമെന്നും പേരുള്ള സഹോദരന്മാര് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, ഒരു ദിവസം ആമിന ഉമ്മയെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒന്ന് കൊണ്ടുവരുമോ? ഞങ്ങളുടെ സ്ത്രീകൾക്ക് അല്ലാഹുവിനെ പറ്റിയൊന്ന് പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങളുടെ സ്ത്രീകൾക്ക് പർദ്ദയെ പറ്റിയൊന്ന് പറഞ്ഞു കൊടുക്കാൻ 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്നത് ആമിന ഉമ്മയെ ഞങ്ങൾക്കൊന്ന് ബുക്ക് ചെയ്തു വരുമോ? ഒരു കഷ്ടപ്പാടും അവർ അനുഭവിക്കേണ്ട ഉസ്താദ്. തിരുവനന്തപുരത്ത് നിന്നും ഫ്ലൈറ്റ് കയറി കോയമ്പത്തൂര് വന്നിറങ്ങി അവിടെ നിന്നും 1 മണിക്കൂർ AC കാറിൽ യാത്ര ചെയ്തിട്ട് ഞങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനെന്ന് അവരോട് പറയുമോ? ആമിന ഉമ്മയുടെ ക്ലാസ്സിന് വേണ്ടി ഒരുപാട് ആളുകൾ എന്ന ആവശ്യക്കാരാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരായിരുന്നു ആമിന ഉമ്മ എന്നറിയുമോ? ആരായിരുന്നു ആമിന ഉമ്മ എന്നറിയുമോ? നീയൊന്ന് ഖുർആനിലൂടെ അല്ലാഹുവിനെ അറിയുന്നില്ലെങ്കിൽ, നീയൊന്ന് ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ അറിയുന്നില്ലെങ്കിൽ എന്റെ പെങ്ങളെ അറിയുമോ? ഈ ആമിന ഉമ്മ ഒരു കാലത്ത് ഒരു ഹൈന്ദവ സ്ത്രീയായിരുന്നു. ഈ ആമിന ഉമ്മ ഇന്ന് ആമിന എന്ന പേരുള്ളവരായിരുന്നെങ്കിൽ ഒരു കാലത്ത് ഗീത എന്ന പേരുള്ള ഒരു സ്ത്രീയായിരുന്നു. കൊല്ലം ജില്ലയിൽ കടക്കൽ എന്ന പേരുള്ള പ്രദേശത്ത് അറിയപ്പെട്ട ഒരു ബ്രാഹ്മണ കുടുംബത്തില് സമ്പന്നനായ ഒരു പിതാവിന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു ഗീത. ഏക്കർ കണക്കിലുള്ളതായ നെൽപ്പാടങ്ങൾ സ്വന്തമായുള്ള ഒരു കുടുംബത്തിലെ സന്താനമായിരുന്നു ഗീത. അറിയുമോ, സ്വന്തമായി പോലും ഒരു കുടുംബ ക്ഷേത്രം പോലും ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഗീത. അന്ന് ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശുഭവസ്ത്രധാരിയായി അവർ ഓടുമായിരുന്നു. 4 മണിക്ക് ഓടുമായിരുന്നു കുടുംബക്ഷേത്രത്തിലേക്ക്. അമ്പലത്തിന്റെ കതക് തുറന്നിട്ട് ക്ഷേത്രത്തിന്റെ നട തുറന്നിട്ട്
വന്നിട്ട് ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ മുന്നിൽ ഭജനമിരിക്കുമായിരുന്നു, അവരുടെ മുന്നിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു ഗീത എന്ന ആ പെൺകുട്ടിയെ. എന്നാൽ അറിയുമോ എന്റെ ഉമ്മ, ഗീത എന്ന സഹോദരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഖുർആൻ. അവരുടെ മനസ്സിലെ വിശ്വാസത്തിന്റെ വെള്ളിവെളിച്ചം വീശിക്കൊടുക്കുന്നു ഖുർആൻ. അങ്ങനെ ഗീത എന്ന പെൺകുട്ടി ഇതാ ആമിന എന്ന ഖുർആനിന്റെ അതേ അധ്യാപികയായി മാറിയിരിക്കുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറയാറുണ്ടായിരുന്നു, ഗീത എന്ന പേരുള്ള ഞാൻ പലപ്പോഴും 4 മണിക്ക് എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്ക് പോയിട്ട് ഇഷ്ടദൈവങ്ങളുടെ മുന്നിൽ കൈനീട്ടി ഞാൻ പ്രാർത്ഥന നടത്തിയിരുന്നെങ്കിൽ ഇന്നെന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഇന്നും ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുകയാണ്, ഇന്നും ഞാൻ എഴുന്നേറ്റ് ശരീരം ശുദ്ധിയാക്കുകയാണ് ദൈവങ്ങളുടെ മുന്നിലേക്ക് പോകാനല്ല, പിന്നെയോ എന്റെ അല്ലാഹുവിന്റെ അടുക്കലേക്കൊന്ന് പോകാൻ, എന്റെ പടച്ചവന്റെ മുന്നിലേക്കൊന്ന് പോകാൻ, ആ പടച്ചവന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യാൻ ഇന്നും ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുകയാ. കണ്ണീരൊഴുക്കിക്കൊണ്ട് എന്റെ ഉമ്മയെ പോലെ കരുതുന്ന ആ സ്ത്രീ എന്നോട് പറഞ്ഞതാ, സഹോദരന്മാരെ കഴിയുമോ എന്റെ പെങ്ങളെ, ഇത് ഖുർആനിലൂടെ വന്ന മാറ്റമാണ്, ഇത് ഖുർആനിന്റെ പരിവർത്തനമാണ്. എന്റെ പെങ്ങളെ, നിനക്ക് ഖുർആനുമായി എന്ത് ബന്ധമാണ്? എന്റെ സഹോദരി, നിനക്ക് ഖുർആനിലൂടെ എന്ത് വിശ്വാസമാണ്? എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ചെറുപ്പക്കാരികളോട് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, പലത് ധരിക്കാൻ നിനക്ക് താല്പര്യമില്ല, അല്ലാഹുവിനെ ഭയപ്പെടാൻ നിനക്ക് താല്പര്യമില്ല, വീട്ടിന്റെ പുറത്തേക്ക് അനാവശ്യമായി ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ നിനക്ക് താല്പര്യമില്ല, നീ ഇങ്ങനെ അഴിഞ്ഞാടാൻ ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹുവിനെ മറന്ന പെണ്ണേ, റസൂലിനെ ധിക്കരിക്കുന്ന പെണ്ണേ, അറിയുമോ ഹൈന്ദവരായ ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ആമിന ഉമ്മയുടെ 2 ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുണ്ട്. ആമിന ഉമ്മയുടെ 2 ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുണ്ട്. അറിയുമോ ഹൈന്ദവരായി ഒരു കാലത്ത് ജീവിച്ചിരുന്ന അവര് മോഡേൺ ഡ്രസ് ചിരിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല, നിന്നെ പോലെ വികാര വിചാരങ്ങളില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അല്ലാഹുവിന്റെ ഖുർആനിനെ അവരറിയുകയാണ്, വിശുദ്ധ ഖുർആനിനെ അവർ പഠിക്കുകയാണ്. അങ്ങനെ ഖുർആനിലൂടെ ജീവിതത്തിന് മാറ്റം വന്നപ്പോ എന്റെ പെങ്ങള് ഇന്ന് പരിപൂർണമായും പുറത്ത് ധരിച്ചുകൊണ്ട് ശരീരം മുഴുവനും മറച്ചുകൊണ്ട് ആ സഹോദരിമാരവരുടെ ജീവിതം തെളിഞ്ഞേക്കുന്നെങ്കിൽ എന്റെ സഹോദരി നിനക്കും കഴിയട്ടെ, എന്റെ സഹോദരി നിനക്കും കഴിയട്ടെ. നീ എന്ന മഗ്‌രിബിന്റെ ഇടയിൽ സീരിയലിന് വേണ്ടി സമയം കൊടുക്കുമ്പോൾ, റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി സമയം കൊടുക്കുമ്പോൾ, സീരിയൽ കണ്ട് കണ്ണീരൊഴുക്കി പൊട്ടിക്കരയുമ്പോൾ ആമിന ഉമ്മായും പ്രിയപ്പെട്ട പെൺമക്കളും പൊട്ടിക്കരയുകയാണ്. സീരിയൽ കണ്ടിട്ടല്ല, റിയാലിറ്റി ഷോ കണ്ടിട്ടല്ല, പിന്നെയോ അല്ലാഹുവിന്റെ ഖുർആൻ മഗ്‌രിബിന് ശേഷം അവർ തുറക്കുകയാണ്. സൂറത്തുൽ തബാറക്കല്ലദീ പാരായണം ചെയ്യുകയാണ്, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പഠിച്ചവരോട് ദുആ ചെയ്യുകയാണ്. എന്റെ പെങ്ങളെ, നിനക്ക് കഴിയുമോ നീ ഇന്ന് സുബഹി നിസ്കാരം പോലുമില്ലാതെ നിന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ആമിന ഉമ്മയും ആമിന ഉമ്മയുടെ പ്രിയപ്പെട്ട പെൺമക്കളും 4 മണിക്ക് എഴുന്നേൽക്കുകയാണ്. 4 മണിക്ക് തന്നെ എഴുന്നേറ്റുകൊണ്ട് വുളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. അത് ഖുർആനിന്റെ പവറാണ് സഹോദരങ്ങളെ, ഖുർആനിലൂടെ വന്ന മാറ്റമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വനിത നിങ്ങളങ്ങ് മാറ്റുമോ? മനോരമ നിങ്ങളങ്ങ് മാറ്റുമോ? മംഗളം നിങ്ങളങ്ങ് മാറ്റുമോ? ടിവിയുടെ റിമോട്ട് നിങ്ങളങ്ങ് മാറ്റുമോ? എന്റെ പെങ്ങളെ, ഇന്ന് ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ ഖുർആനിന്റെ സദസ്സിൽ എന്ന് തീരുമാനമെടുക്കുക. ഇല്ല, ഇല്ലോ, ഇനി മഗ്‌രിബിന് ശേഷം എനിക്ക് സീരിയലില്ല, ഇനി മഗ്‌രിബ് കഴിഞ്ഞ് എനിക്ക് റിയാലിറ്റി ഷോ ഇല്ല, മഗ്‌രിബ് കഴിഞ്ഞ് ഞാൻ ഖുർആൻ എടുക്കുന്നതാണ്, മഗ്‌രിബ് കഴിഞ്ഞ് ഞാൻ ഖുർആൻ ഓതുന്നതാണ്. അങ്ങനെ നമ്മുടെ മനസ്സുകളിൽ വിശുദ്ധ ഖുർആന്റെ പ്രകാശം വന്നു നിറയട്ടെ, വിശുദ്ധ ഖുർആന്റെ വക്താക്കളായി നമ്മൾ മാറട്ടെ.